മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് നടത്തിയ തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണവുമായി ഇ ഡി എത്തിയിട്ടുണ്ട്. ഇ ഡി ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ഫെമ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഈ പണം 126 കോടി രൂപ എങ്ങനെയാണ് വിദേശത്തേക്ക് അയച്ചത്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള അന്വേഷണം. സ്പോൺസർ ഈ പണം അവകാശപ്പെടുന്നത് എങ്ങനെ, എത്ര പണമാണ് അയച്ചത്, എവിടേക്കാണ് അയച്ചത്, ഇതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫെമ നിയമപ്രകാരം ഇതിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ പലരും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി ഇതിൽ നടന്ന തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടിലെ പിന്നിലെ കൃത്രിമത്വവും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് ഇ ഡി. ഏതായാലും ഈ കേസിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ പണം ഇടപാടിൽ തന്നെ വലിയ ക്രമക്കേട് ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ അറിയാൻ സാധിക്കും. വലിയ രീതിയിലുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.